എടുത്തു വെച്ച് നോക്കുമ്പോൾ കൃത്യമായി MLA തട്ടിക്കയറുന്നത് വ്യക്തമാണ്. പോലീസിനോട് അങ്ങോട്ട് ചെല്ലുന്നു. പോലീസ് കുറച്ച് പിന്നിലേക്ക് പോകുന്നതും കാണാം. പിന്നീടാണ് ഈ സറൗണ്ടിങ് ദൃശ്യങ്ങൾ, അതായത് വിജനും പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ, ഒരു സറൗണ്ടിങ്, അവർ ചുറ്റും നടക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങളും നമ്മൾ കാണുന്നത്. ഇതിൽ സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സംഘടനയുടെ സമരമാണ് കണ്ണൂരിൽ നടന്നത്. അവിടെ ഈ കല്യാശ്ശേരി MLA വിജനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത്. അപ്പോൾ ഈ സിവിൽ സ്റ്റേഷന്റെ വളപ്പിലേക്ക് അകത്തേക്ക് സമരക്കാർ കടന്നു. ആ അകത്തേക്ക് കടന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞതാണ് വിജിനെ പ്രകോപിപ്പിച്ച കാര്യം. അതിനുശേഷമാണ് അവിടെ നമ്മൾ കാണുന്ന ആ ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അവിടെ വിജിൻ ചോദിക്കുന്നത്, തട്ടിക്കയറുന്ന ആ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ചോദ്യങ്ങളാണ്. ഇയാളെ ആരാ പോലീസിലെടുത്തെ? സുരേഷ് ഗോപി സ്റ്റൈലൊക്കെ കാണിക്കാൻ ഇയാളൊക്കെ എവിടുന്ന SI ആയത്? ഇതൊക്കെയാണ് ചോദ്യങ്ങളുടെ ഒരു ശൈലി. പോലീസിന് അപമാനം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പോലീസിനെ അങ്ങ് ബോധവൽക്കരിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ വിജിൻ നടത്തുന്നത്. ഇത് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് പലവട്ടം അവിടെ പറയുന്നുമുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ് എന്ന് പോലീസിനെ പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങളുടെ പേരെന്താ, എന്നോട് വന്ന് പേര് ചോദിക്കുന്നു. അവിടെ വിജിന് നാണക്കേടായത് MLA എന്നെ നിനക്കറിയില്ലേടാ എന്ന ലൈനിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് വിജിനോട് പേര് ചോദിച്ചു. വിജിനെ അറിയില്ലേ? പ്രോട്ടോകോൾ ഇല്ലേ? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തേ മാധ്യമ പ്രവർത്തകർ നിൽക്കുകയല്ലേ? സബ് ഇൻസ്പെക്ടർ എന്ന ഉത്തരവാദിത്തത്തിലെ വീഴ്ചയാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിജിൻ അത് സ്ഥാപിക്കാനായി നോക്കുന്നത്. അതോടൊപ്പം ഈ സമരം നടത്താറുണ്ട്, മുഴുവൻ മാധ്യമ പ്രവർത്തകർ നോക്കി നിൽക്കുന്നു. അങ്ങനെ സറൗണ്ടിങ് സിറ്റുവേഷനാണ് വിജിനെ പ്രകോപിപ്പിച്ചതെന്നാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പോലീസ് കളക്ടറേറ്റ് വളപ്പിലേക്ക് സമരക്കാർ കടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വിജിന്റെ ഒന്നാമത്തെ ആക്ഷേപം. ഈ ഉള്ളിൽ പ്രവേശിച്ച സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് SI വന്ന് പറയുന്നു. അതോടൊപ്പം ഈ വിജിന്റെ പേര് ചോദിക്കുന്നു, ഉദ്യോഗസ്ഥർ വന്ന് പേര് ചോദിക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രകോപനം. ഈ രണ്ട് പ്രകോപനങ്ങളുടെയും തുടർച്ചയായിട്ടാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ പരാമർശങ്ങൾ. ഇയാളുടെ സുരേഷ് ഗോപി സ്റ്റൈലൊന്നും ഇങ്ങോട്ട് എടുക്കേണ്ട, ഇയാൾ ഒറ്റ ഒരുത്തനാണ് കാരണം എന്നൊക്കെ പറഞ്ഞ SIയോട് സംസാരിക്കുകയാണ്. ആദ്യം നമ്മൾ മാറാമെന്ന് പറഞ്ഞതല്ലേ, പോലീസിന് അപമാനം ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദപ്രയോഗങ്ങളെല്ലാം നടക്കുന്നത് ഈ വിജിൻ്റേത് നമ്മൾ ആ ഒരു ഘട്ടത്തിലാണ് അവിടെ കാണുന്നത്. നോക്കൂ, എനിക്കിതിൽ പറയാനുള്ളത്, നവകേരള സദസ്സ് ബസ് കടന്നു പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട DYFIയുടെ രക്ഷാപ്രവർത്തനം ഓർമ്മയില്ലേ? അവിടെ പോലീസിന്റെ റോൾ എന്തായിരുന്നു? അതിനുശേഷമുള്ള വഴിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അനിൽ കല്ലിയൂരിന്റെ റോൾ എന്തായിരുന്നു? ഇവരെല്ലാവരും പോലീസിന്റെ റോൾ എടുക്കുകയാണ്. അതായത് ഒരു റോൾ എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിനോട് ഇങ്ങനെ കൽപ്പിക്കാൻ ഒരു MLAക്ക് കഴിയും. വിജിൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങനെ കയറി വന്ന ആളാണല്ലോ, അങ്ങനെ വന്ന MLA ആയ ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ SFI ആയാലും ആർഷോ പോലീസുകാരനോട് തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. DYFIയുടെ നേതാക്കൾ തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ട്. പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിൽക്കുന്നത്, പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കുന്നത്, അതെല്ലാം കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉടനീളം. അതിൻ്റെ ഒരു തുടർച്ച, ഒരു എക്സ്റ്റൻഷൻ, അത് മാത്രമാണ് കണ്ണൂരിലെ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഇന്ന് വിജിൻ കാട്ടിക്കൂട്ടിയത്. അത് ശരിയല്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടേതായ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവർ അവിടെ അവരുടെ ഡ്യൂട്ടിയാണ്, കൃത്യനിർവഹണത്തിനായി വന്ന പോലീസുകാരാണ്. അവരെ പൊതുജന മധ്യത്തിൽ ഈ വിജിനോട് പേര് ചോദിച്ചത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ മാനക്കേട് ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നേ. ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇയാളെ ആരാ നിയമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ നിയമന പ്രക്രിയയിലൂടെ കടന്നു വന്ന് പോലീസുകാരനായ വ്യക്തി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. MLA ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെങ്കിൽ കൃത്യമായ പരീക്ഷകളിലൂടെ അല്ലെങ്കിൽ അഭിമുഖത്തിലൂടെയൊക്കെ കടന്നു വന്ന ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അത് മനസ്സിലാക്കാതെ അയാളോട് തട്ടിക്കയറാൻ വിജിൻ ആരാണ്? MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ? DYFIക്കാർ അവിടെ ചെടിച്ചട്ടി വെച്ച് കാണിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു പതിപ്പാണ് വിജിൻ അവിടെ കാണിച്ചത്. അത് സർക്കാർ, പിണറായി സർക്കാരാണ്, CPIഎമ്മിന്റെ സർക്കാരാണ് എന്ന ധാർഷ്ട്യമാണ് വിജിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഭരണത്തിൽ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ വിജിൻ ഇത് കാണിക്കുമായിരുന്നു? അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. തെറ്റ് MLAയുടെ ഭാഗത്താണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി മാന്യത കാണിക്കണം. ജനങ്ങൾക്ക് മുന്നിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ജനങ്ങൾ വിലയിരുത്തട്ടെ, അടുത്ത തവണ മത്സരിക്കുമ്പോൾ ഇതും കൂടി വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. ശരി. Meet the editors.